അതിനിടയിൽ ആ രണ്ടാമത്തെ ജാഗ്രത കുറവിന്റെ കാര്യം മറന്നിരിക്കില്ല എന്ന് കരുതുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ ഈ തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് നേരെ പാണക്കാട്ടേക്ക് പിടിക്കും. നോക്കിയോ, സ്ഥാനാർത്ഥി മുരളി പാണക്കാട്ട്, സ്ഥാനാർത്ഥി മറ്റേ രമ്യ പാണക്കാട്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നിൽ രമ്യരിക്കുന്ന ചിത്രം കണ്ട് ഞാൻ അന്തം വിട്ട് നിന്നുപോയതാണ്. ഇപ്പൊ ഈ ഒരാഴ്ച 4 ദിവസം മുന്നേ കണ്ടോ? ഇതായിരുന്നു ഇന്നലെ വരെയും LDF കൺവീനറുടെ മാസ്റ്റർ പീസ്. നല്ല കയ്യടിയും കിട്ടിയിരുന്നു. സാധാരണ എങ്ങനെയാ നോമിനേഷൻ കൊടുക്കാൻ പോയ മുരളീധരൻ പാണക്കാട്ട് പോയി. നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെയാ, നമ്മുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി, അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താന്ന് എനിക്ക് പറയാൻ വയ്യ, പോയിട്ടുണ്ട്. ഇതിലെന്തോ ജാഗ്രത കുറവുണ്ടായി എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ പോളിറ്റ് ബ്യൂറോ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ പറയുന്നവർക്ക് വ്യാഖ്യാനത്തെറ്റുണ്ടായി എന്നാണ്. എന്തിനാ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഇതിനപ്പുറം ഒന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ ദുർവ്യാഖ്യാനത്തിന് തയ്യാറാവുന്നത്? ദുർവ്യാഖ്യാനം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലേ. അതിലൊരു സ്ത്രീവിരുദ്ധ പരാമർശമില്ലെന്ന് ദുർവ്യാഖ്യാനം എന്തിനാ ഇതിന് വ്യാഖ്യാനിക്കുക? ഇത് മാത്രമല്ലേ, നിങ്ങൾ എന്തിനാ കുഞ്ഞാലിക്കുട്ടിയെ വിലയിടിച്ച് കാണുന്നത്? അല്ല, എന്തിനാ വിലയിടിച്ച് കാണുന്നത്? അദ്ദേഹത്തിനെ എന്തിനാ കുഴപ്പക്കാരനാണെന്ന് കാണുന്നത്? ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. അദ്ദേഹം കേരളത്തിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറം ഞങ്ങൾ കാണുന്നില്ല. അല്ല, രാഷ്ട്രീയ പ്രവർത്തകന്മാരെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയം പറയും. അല്ല, ഈ വിഷയത്തില് എ വിജയരാഘവനോടോ കുഞ്ഞാലിക്കുട്ടിയോടോ ആരോടും മാധ്യമപ്രവർത്തകർ യാതൊരു വേദനയില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നത്, CPM-നൊക്കെ. പക്ഷെ ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവ് പറയാണ് ഇതിൽ അശ്ലീലമുണ്ട്. അതായത് ഈ രീതിയിൽ അവര് ക്ഷീരമുള്ള രകിടും ചവിട്ടിലും ചോര കൗതുകം എന്നുള്ള തരത്തിൽ ദുർവ്യാഖ്യാനത്തിന് തയ്യാറാവുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് കൂടുതൽ ദുർവ്യാഖ്യാനാണ്. ഒരു കുഴപ്പമില്ല, ദുർവ്യാഖ്യാനത്തിന് തയ്യാറാവരുത്. അത്ര മോശക്കാരനൊന്നുമല്ല കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം സമുന്നതനായ രാഷ്ട്രീയ നേതാവാണ്. ഐസ്ക്രീം പാർലർ കേസിൽ അദ്ദേഹം വിവാദങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇടത് ഗവൺമെന്റ് അദ്ദേഹത്തോട് മൃദു സമീപനം സ്വീകരിച്ചുവെന്ന പരാതിയുണ്ട്, ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തെല്ലാം ആരോപണങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നു. സ്വാഭാവികമാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതൊക്കെ ഉണ്ടാകും. CPM-നും കുഞ്ഞാലിക്കുട്ടിക്കും ഒരേ ഗതിയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ എന്തൊക്കെ ആരോപണം കേൾക്കണം. അതുപോട്ടെ, രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ സെക്രട്ടേറിയറ്റും പൊളിറ്റ് ബ്യൂറോയും ഒരേ ലൈനില്ല. പടക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ച ആളിന് എങ്ങനെ പടനായകനാവാനാവും? പ്രശ്നമില്ല. അല്ലല്ല, ഇത് അദ്ദേഹം പടക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ചയാളാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. എന്ത് വേണമെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിൽ എന്തു നടക്കും എന്നാണല്ലോ ആദ്യം അറിയേണ്ടത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്ത് എന്ത് നടക്കും? കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയിൽ ഞങ്ങൾ കുറച്ച വിശ്വാസമാണ്. അവർ തോൽപ്പിക്കും. വയനാട്ടിൽ രാഹുൽ തോൽക്കും, അതുറപ്പായി. അമേഠിയിലോ? അമേഠിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ നോക്കി. ആർക്കാണോ BJP-യെ തോൽപ്പിക്കാൻ കഴിയുക അവർ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ പദ്ധതി. അല്ല, ഇതിപ്പോ ഇവര് മാത്രമാവണമെന്നില്ല. അമേഠിയിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിന്ന് വരാം. അല്ല, എന്തോ അത് ശരി ആവാം. ഇതിപ്പോ അവിടുത്തെ സ്ഥാനാർത്ഥികളായി വരട്ടെ, നമുക്ക് തീരുമാനിക്കാം. ഞങ്ങൾ പൊതുവായി എടുത്തിരിക്കുന്നത് BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുമെന്നാണ്. അത് ശിവസേനയാണെങ്കിലും ചെയ്യുമായിരിക്കും. പണ്ട് തിരുമേനി പറഞ്ഞ അതേ ലൈനാണ് ഇപ്പോഴും. ഏത് ചെകുത്താനോടും കൂട്ടുകൂടും. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വരട്ടെ എന്ന്. സ്ഥാനാർത്ഥികൾ വരട്ടെ. ഞാൻ പറഞ്ഞത് ഇത് മാത്രമാണ്. പടക്കളത്തിൽ നിന്ന് BJP-യെ നേരിടാൻ തയ്യാറാകാതെ ഓടിയൊളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. പിന്നെ
പടക്കളത്തിൽ ഇറങ്ങാനേ തയ്യാറാവാതെ മാറി നിൽക്കുന്ന ചിലരുണ്ടല്ലോ. സഖാക്കൾ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, എസ് രാമചന്ദ്രൻ പിള്ള മുതൽ പേർ. അവർ BJPയെ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ തയ്യാറാവാത്തത് പേടികൊണ്ടല്ല, അതൊരു മഹാതന്ത്രത്തിൻ്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റമ്പിയാൽ മോദി തന്നെ തിരിച്ചു വരുമല്ലോ. അപ്പോൾ അത് സമ്പൂർണ്ണ ഫാസിസ്റ്റ് ഭരണമായിരിക്കുമല്ലോ. അന്ന് ഇങ്ങനെയൊന്നും മതിയാവില്ലല്ലോ. അന്ന് ആ ഫാസിസ്റ്റ് ഭരണത്തെ നേരിടാൻ സായുധ വിപ്ലവം തന്നെ വേണ്ടിവരും. അതിന് നേതൃത്വം കൊടുക്കാനാണ് ഈ സഖാക്കൾ ഇപ്പോൾ പാർലമെന്ററി പോരാട്ടത്തിന് തയ്യാറാവാതെ മാറി നിൽക്കുന്നത്. അവരെ ആരും തെറ്റിദ്ധരിക്കരുത്.